സൈദ്ധാന്തികമായും പ്രായോഗികമായും CPIM-ലെ വർഗവഞ്ചകൻ MV ഗോവിന്ദനാണ് എന്ന് G. സുധാകരൻ MLA. പാർട്ടിയെ നയിക്കാൻ കെൽപ്പില്ലാത്ത അയാൾ ഒരു അധികപ്പറ്റാണ്. ഗോവിന്ദൻ പറയുന്നത് അയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പിണറായി വിജയനെ പരസ്യമായി ശകാരിച്ച KN ബാലഗോപാലിനെതിരെ നടപടിയെടുക്കേണ്ടേ എന്നും G. സുധാകരൻ ചോദിച്ചു. തെറ്റുപറ്റിയാൽ ആര് തിരുത്തിയാലും നല്ലതാണ്. തിരുത്താത്തവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലായിരിക്കും. വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. വലിയ സൈദ്ധാന്തികനാണ്. നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുക. ഒരു സൈദ്ധാന്തികനുമില്ല. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്നിൽ ഒഴിയണം, അല്ലെ പാർട്ടി അയാളെ പുറത്താക്കണം. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ, പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. അതിൻ്റെ ആശയങ്ങളല്ല പറയുന്നത്. പാർട്ടി ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവഞ്ചകൻ. നാണമില്ല ആ സീറ്റിലിരിക്കാൻ. ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം. വായടക്കുന്നതാണ് നല്ലത്. വിമത MLA-മാരെ വർഗവഞ്ചകൻ എന്ന MV ഗോവിന്ദൻ വീണ്ടും വിമർശിച്ചതിനെതിരെയാണ് G. സുധാകരൻ രംഗത്തെത്തിയത്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, വീണ്ടും വർഗവഞ്ചകൻ എന്നുള്ളൊരു പരാമർശം G. സുധാകരനെ തിരികെ, അതുപോലെ തന്നെ അതിലേറെ ശക്തമായി MV ഗോവിന്ദനെ തിരിച്ചു വിളിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് G. സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ചുരുക്കം. ശ്യാമിലി, എനിക്ക് ഉറപ്പാണ് ശ്യാമിലി തീർച്ചയായിട്ടും ഇപ്പോൾ ശ്യാമിലിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുക ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പെല്ലാം തുടങ്ങുന്നതിന് മുൻപ് MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ സുധാകരനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന് നടത്തിയ ഒരു പരിഹാസ ചിരിയാണ്. ആ പരിഹാസ ചിരിയുടെ പൊട്ടിത്തെറിയാണ് പിന്നീട് അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടതെല്ലാം. ആ വലിയ രാഷ്ട്രീയ വിജയമെല്ലാം സുധാകരൻ നേടിക്കൊടുത്തതിൽ ആ ചിരിക്ക് ചെറുതല്ലാത്ത പങ്കുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും MV ഗോവിന്ദനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം G. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാർട്ടിയുടെ സെക്രട്ടറി കസേരയിൽ ഇരിക്കുവാൻ MV ഗോവിന്ദൻ യോഗ്യനല്ല, അവിടെ ഒരു അധിക പറ്റാണ്. അദ്ദേഹത്തെ സൈദ്ധാന്തികനാക്കിയത് മാധ്യമങ്ങളാണ്. എന്ത് സൈദ്ധാന്തിക നിലവാരമാണ് MV ഗോവിന്ദനുള്ളത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകുമോ? പാർട്ടിയെ നശിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും അഭിലാഷങ്ങൾക്ക് വേണ്ടിയും പാർട്ടിയെ നശിപ്പിക്കുന്ന നിലപാടാണ് MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടങ്ങി MV ഗോവിന്ദനെ കടന്നാക്രമിക്കുകയായിരുന്നു ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ G. സുധാകരൻ. പ്രത്യേകിച്ചും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും MLA പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട് അവർ തെറ്റിദ്ധരിച്ചാൽ തിരിച്ചു വരാം എന്ന MV ജയരാജന്റെ ആ ഒരു പ്രതികരണമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അതിൽ ഉൾപ്പെടാതിരുന്ന G. സുധാകരന്റെ പേര് കൂടി ചേർത്തുകൊണ്ട് വർഗവഞ്ചകൻ എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ നടപടിയാണ് G. സുധാകരനെ ചൊടിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് വർഗവഞ്ചകൻ? താൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളല്ല. താൻ പാർട്ടിയിൽ നിന്ന് അംഗത്വം പുതുക്കാതെ പുറത്തു പോയി മത്സരിച്ച ആൾ മാത്രമാണ്. ജനങ്ങളോടാണ് തനിക്ക് കൂറ്. അതോടൊപ്പം തന്നെ ഈ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബാലഗോപാൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി പറയുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ തൊട്ടടുത്ത് നിന്നിരുന്ന മുൻ മുഖ്യമന്ത്രിയും ഏറെക്കാലം CPIM-ന്റെ പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനോട് എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പറയൂ എന്ന് പറയുന്ന ശകാരത്തിൻ്റെ ഒരു ടോണിൽ പറയുന്ന ആ ഒരു കാര്യം, അങ്ങനെ പറഞ്ഞ ബാലഗോപാലിനെതിരെ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത്? യഥാർത്ഥത്തിൽ ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്നതടക്കമുള്ള കാര്യങ്ങൾ G. സുധാകരൻ ചോദിക്കുന്നു. ഇത്രയും മുതിർന്ന, ഇത്രയും ശക്തനായിരുന്ന, ഏറെക്കാലം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന പിണറായി അധിക്ഷേപിച്ചിട്ടും നടപടിയില്ലാത്ത എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിണറായി വിജയന് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തളർച്ചയുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം സഭയിലാകട്ടെ, പുറത്താകട്ടെ, പാർട്ടിയിലാകട്ടെ, തങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് തങ്ങളില്ല. ഇന്ന് പിണറായിക്ക് കൂടെ നിൽക്കേണ്ടവരെ ചുമക്കേണ്ട ഗതികേടാണുള്ളത്. പിണറായിയെ ഒരു തരത്തിലും താൻ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല. താൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു എന്ന തരത്തിലെല്ലാം ചില മാധ്യമങ്ങൾ പലപ്പോഴും വാർത്ത കൊടുത്തിരുന്നു. അത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായിരുന്നു. ഏതായാലും പിണറായി തന്നോട് കാട്ടിയ സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്നും പിണറായിയോട് വലിയ രീതിയിലുള്ള ബഹുമാനവും തനിക്കുണ്ട് എന്നടക്കം പറയുന്ന G. സുധാകരനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പാർട്ടിക്കെതിരെ ശക്തമായുള്ള വിമർശനം ഉന്നയിക്കുന്നു എന്നതോടൊപ്പം തന്നെ MV ഗോവിന്ദനെതിരായ ശക്തമായ ഒരു ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അമൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ചിരിയാണ് UDF-ന് ഒരു സീറ്റ് കൊടുത്തത്. അത് അമ്പലപ്പുഴയാണ്. ആ ചിരിയാണ് എല്ലാത്തിൻ്റെയും തുടക്കവും എന്നുകൂടി ഉള്ളതാണ്. അത് ഓർക്കാതെ പോകാനും കഴിയില്ല.